നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര പഠിക്കുമ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ബേസ് ആയിട്ട് വരുന്നത് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനെയാണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്നുള്ളത് പറയുന്നത് നോക്കാം. ഐഡൻറ്റിറ്റി എലമെൻറ്റ് ലീവ്സ് എവറി എലമെൻറ്റ് അൺചേഞ്ച്ഡ്. അതായത് ഇപ്പോൾ നമ്മളൊരു ബൈനറി ഓപ്പറേഷനിൽ രണ്ട് എലമെൻറ്റ്സ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എ സ്റ്റാർ ബി, ഓക്കെ, എയും ബിയും ചൂസ് ചെയ്തു. അവിടെ ബൈനറി ഓപ്പറേഷൻ എ സ്റ്റാർ ബി. ആ എ സ്റ്റാർ ബി ഈക്വൽ ടു എ തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി എന്ന് പറയുന്നത് അവിടെ ഒരു ഐഡൻറ്റിറ്റി എലമെൻ്റ്, അതായത് ഒരു എക്ക് മാത്രമല്ല, നമ്മളൊരു സെറ്റിൽ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ കൂടെ ബി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെയിം ആ എലമെൻറ്റ് തന്നെ കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ബീനെ നമ്മൾ എന്തെന്ന് പറയും? ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ വിച്ച് ഈസ് ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ അവിടെ ഈനെ നമ്മൾ എന്തെന്ന് പറയും? ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ. ഓക്കെ, എ സ്റ്റാർ ഇ ചെയ്താലും ഇ സ്റ്റാർ എ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? എ തന്നെയാണ് കിട്ടുക. അവിടെ എ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എലമെൻ്റ് അല്ല, ആ സെറ്റിലെ ഏത് എലമെൻ്റ് എ ചൂസ് ചെയ്താലും നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിന് എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ചൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിൽ നമ്മൾ ബൈനറി ഓപ്പറേഷൻ അഡീഷനാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടുക? ആ സെയിം നമ്പർ തന്നെ കിട്ടുക, അല്ലേ? ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എന്താണ്? 2 + 0, 2 + 0 ഈക്വൽ ടു 0 + 2 ഈക്വൽ ടു 2, അല്ലേ? ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ എ സ്റ്റാർ ഇ ഈക്വൽ ടു ഇ സ്റ്റാർ എ ഈക്വൽ ടു എ. അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? 0 ആണ് അഡീഷനിൽ. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഏത് നമ്പറിൻ്റെ കൂടെ നമ്മൾ ഇപ്പോൾ 1 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടുക? സെയിം നമ്പർ തന്നെ കിട്ടുക, അല്ലേ? 2 × 1 2, 3 × 1 3, 1 × 3 3, അങ്ങനെ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് പോലെ തന്നെ വരുന്ന മറ്റൊന്നാണ് ഇൻവേഴ്സ് എലമെൻറ്റ്. അപ്പോൾ ഇൻവേഴ്സ് എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള ഒരു വേർഡാണല്ലോ, അല്ലേ? ആൻഡ് ഇൻവേഴ്സ് എലമെൻറ്റ് അണ്ടേഴ്സ് അനദർ എലമെൻറ്റ്. അതായത് ഇപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ കൂടെ മറ്റൊരു എലമെൻറ്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ആ എലമെൻറ്റ് ഇൻവേഴ്സാണ്, മറ്റേതിൻ്റെ ഇൻവേഴ്സാണെന്ന് പറയും. അപ്പോൾ അതായത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ എ സ്റ്റാർ ബി ഈക്വൽ ടു ഇ ഈക്വൽ ടു ബി സ്റ്റാർ എ ആണെങ്കിൽ അവിടെ എയുടെ ഇൻവേഴ്സ് എലമെൻ്റാണ് ബി, അല്ലെങ്കിൽ ബിയുടെ ഇൻവേഴ്സ് എലമെൻ്റാണ് എ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അവിടെ ഓപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്, എ സ്റ്റാർ എ ഇൻവേഴ്സ് ഈക്വൽ ടു ഇ. ഇപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഓപ്പറേഷൻ, ഇപ്പോൾ നോർമൽ അഡീഷനാണ് എടുക്കുന്നത്, സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ അഡീഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് ഏതായത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ 5 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തു. ഈ 5ൻ്റെ ഒപ്പം എന്തോ ഒരു എലമെൻറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐഡൻറ്റിറ്റി എലമെൻറ്റ്. അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്താണ്? 0 ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ 5 + x ചേർക്കുമ്പോൾ നമുക്ക് 0 കിട്ടുകയാണെങ്കിൽ ആ എക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 5ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം 5 + -5 ആണ് എന്തെന്ന് പറയുന്നത്? 0, അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? 5ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് -5, അല്ലെങ്കിൽ -5ൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് 5. ഇനി ഇതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ? ഇനി ഇതേപോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അതായത് അഗെയിൻ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ 3 എന്ന് പറയുന്ന ഒരു നമ്പർ ചൂസ് ചെയ്തു. ഓക്കെ, ഈ 3ൻ്റെ കൂടെ എന്തോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം, അല്ലേ? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയാണ് അവിടെ കിട്ടേണ്ടത്. അപ്പോൾ 1 ആണ് കിട്ടുന്നത്. സോ 3x = 1 ആണെങ്കിൽ x എന്തായിരിക്കും? 1/3, ശരിയല്ലേ? അപ്പോൾ അവിടെ 3x = 1 ആകുമ്പോൾ x = 1/3. അതായത് 3യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? 1/3 ആണ്.
ഓക്കെ, അപ്പോൾ അതായത് 3യുടെ കൂടെ 1/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 1/3 അല്ലെങ്കിൽ 1/3 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് 3. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് എലമെൻറ്റ് കാണുന്നത്. അപ്പോൾ ഓരോ ഓപ്പറേഷൻ അനുസരിച്ചിട്ട് നമുക്കത് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഈ അഡിറ്റീവ് ഐഡൻറ്റിറ്റിയും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്തിരിക്കേണ്ടതാണ്. ഇതുവരെ പഠിച്ചത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അതേപോലെ ഇൻവേഴ്സ് എലമെൻറ്റ്, ഐഡൻറ്റിറ്റി എലമെൻ്റ് എല്ലാം പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ ബൈനറി ഓപ്പറേഷൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ താഴെ കുറച്ച് സ്ട്രക്ചേഴ്സ്, ആൾജിബ്രിക് സ്ട്രക്ചേഴ്സ്, സെമി ഗ്രൂപ്പ്, മോണോയിഡ്, ഗ്രൂപ്പ്, റിംഗ്, ഫീൽഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബൈനറി ഓപ്പറേഷൻ എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ, അതിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് പഠിക്കാൻ സാധിക്കുള്ളൂ. സോ ഈ അബ്സ്ട്രാക്റ്റ് ആൾജിബ്രയുടെ ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് അപ്പോൾ ഇതുവരെ ഉള്ള ഈ ചെറിയ ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത് അറിയാൻ ഒരു ചെറിയ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് സ്വന്തമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ എല്ലാ ആൾജിബ്രൈക് ഓപ്പറേഷൻ്റെയും എല്ലാ ആൾജിബ്രൈക് സ്ട്രക്ചറും ബിഗിൻ ചെയ്യുന്നത് ബൈനറി ഓപ്പറേഷനിലൂടെയാണ്. സോ നമുക്ക് ഇനി ബാക്കിയുള്ളത് ഗ്രൂപ്പ് എന്താണ്, റിംഗ് എന്താണ്, ഫീൽഡ് എന്താണെന്നൊക്കെ ഉള്ളത് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ.